ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഓരോ നാളും അത്ഭുതകരമായിട്ട് നമ്മൾ നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഈ ആഴ്ചയിൽ വീണ്ടും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിൽ നമ്മുടെ ആക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും നമുക്ക് നല്ലവനായിരുന്നു. അവൻ്റെ സ്നേഹം വലുതായിരുന്നു. ഓരോ നാളും ഈ TV പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ജീവിതത്തിലെ കുടുംബ വിഷയങ്ങൾ, അവരുടെ സാമ്പത്തികമായ വിഷയങ്ങൾ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുമായി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൽ ഉള്ള ആ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കിടുവാനും എല്ലാം കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ ഇടയാക്കുന്നതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയുക എന്നതാണ്. നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയുക എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വലിയ സ്നേഹം അനേകരുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കർത്താവ് ഇടയാക്കി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കാം. ദൈവ വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിനായിട്ട് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതായി തീരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളുടെ മേൽ, ഞങ്ങളുടെ ആലോചനകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യാപരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് മേൽ വലിയ വിടുതലാക്കി തീർക്കണം. പരിശുദ്ധാത്മ വചനത്തിന് മേൽ പരിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ദൈവം ഈ ലോകത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും ഉളവാക്കപ്പെട്ടു എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഇപ്പോഴേ ഈ ഭൂമിയിൽ നമ്മൾ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും പുറകിൽ സൃഷ്ടിച്ചവൻ നമ്മുടെ കർത്താവ്. ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും അടിസ്ഥാനം കർത്താവ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ട് സകലവറ്റയും ഉറവിടവും കർത്താവ്. ഈ ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ദൈവം എവിടെയെങ്കിലും അഗ്നിയെ സൃഷ്ടിച്ചതായിട്ട്, തീയെ സൃഷ്ടിച്ചതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും ഈ അഗ്നിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ഗതി തിരിച്ചുവിടുന്ന, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പ്രത്യാശ തരുന്ന ഒരു ചരിത്രം ആരംഭിക്കുന്ന അബ്രഹാമിൽ നിന്നാണല്ലോ. അബ്രഹാമിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് സ്വന്തം ഭവനത്തെയും ചർച്ചക്കാരെയും എല്ലാവരും വിട്ട്, സ്വന്തം ദേശത്തെയും വിട്ടെല്ലാം ഇറങ്ങാനായിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ, അബ്രഹാമിനോട് ഇതെല്ലാം ഉപേക്ഷിക്കാനായിട്ട്, ഇതെല്ലാം വിട്ട് ചിറങ്ങാനായിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ, ദൈവം വെറുതെ ഒരു വിളിയല്ല നടത്തിയത്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ വലിയൊരു ജാതിയാക്കും, നീ അനേക ജാതികൾക്ക് അനുഗ്രഹമായി തീരും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, അപ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, ഇത്യാദി പല അനുഗ്രഹങ്ങൾ, പല വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് നൽകി. അപ്പോൾ ഈ വാഗ്ദത്തം പ്രാപിച്ച് അബ്രഹാം ഒരു തനിക്ക് മകനില്ലാഞ്ഞ, സന്തതിയില്ലാതെ കൈവിടപ്പെട്ട, അല്ലെങ്കിൽ നിരാശപ്പെട്ട ഒരു അനുഭവം അബ്രഹാമിനുണ്ടായിട്ടുണ്ട്. അബ്രഹാം പറഞ്ഞു, എൻ്റെ ദാസൻ ഇതെല്ലാം അനുഭവിക്കാൻ പോവാ, നീ വാഗ്ദത്തം തന്നു, നിന്നെ ഞാൻ കണ്ട് ഇറങ്ങി, ഞാൻ എന്താണ് എനിക്ക് പ്രത്യാശയ്ക്ക് വകയുള്ളത്, എനിക്കൊരു സന്താനമില്ലല്ലോ, എനിക്കൊരു പുത്രസമ്പത്തില്ലല്ലോ എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞില്ല, നിന്റെ ദാസനല്ല നിന്റെ അനന്തരാവകാശിയായിട്ട് മാറാൻ പോകുന്നു, നിന്റെ ഉദരത്തിൽ തന്നെ ജനിക്കുന്നവൻ നിന്റെ തുടർന്നുള്ള നിന്റെ അനന്തരാവകാശിയായിട്ട് മാറും എന്ന് ദൈവം അബ്രഹാമിന് വാക്കുകൊടുത്തു. ദൈവം അബ്രഹാമിന് സന്തതി കൊടുത്തത് തൻ്റെ യൗവനത്തിലെ ശക്തിയാലല്ല,
ദൈവം തൻ്റെ വാക്തത്വത്താൽ, തൻ്റെ വാക്തത്വം നിമിത്തം ദൈവം അബ്രഹാമിൻ്റെയും സാറയുടെയും ശരീരം ഒരുപോലെ നിർജീവമായ സാഹചര്യത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നിർജീവമായതിന് ജീവൻ കൊടുക്കുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, വാക്തത്വം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുത്തു. ഒരു മകനെ അബ്രഹാമിന് കൊടുത്തവനായ ദൈവം അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനായ ഇസ്ഹാക്കിനെ എനിക്ക് യാഗമായിട്ട് തരാനായിട്ട് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. ഇത് ഒരു അബ്രഹാം യാഗത്തിന് പുറപ്പെടുന്ന അതിനെ വിവരിക്കുന്ന വേദഭാഗമായത്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പാ, തീയും വിറകുകൊണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടുംകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഇത് ഒരു ഇമോഷണലി ഒരു പിതാവിനെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാക്കുന്നൊരു സമയമായത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അബ്രഹാമിൻ്റെ യാത്രയെക്കുറിച്ചൊന്നുമല്ല. എന്നാൽ അവിടെ അബ്രഹാം അവിടുന്ന് യാഗത്തിന് പുറപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ കയ്യിൽ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. അപ്പോൾ അബ്രഹാം യാഗത്തിന് പോകുന്നത് തീയുമായിട്ട്, അഗ്നിയുമായിട്ട്. അഗ്നിയും കൊണ്ടാണ് അബ്രഹാം യാഗത്തിന് പുറപ്പെടുന്നത്. ഒരു യാഗം എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധന, നമ്മൾ കർത്താവിന് അർപ്പിക്കുന്ന സ്തോത്രമാണ്. അപ്പോൾ ഈ വചനത്തിൽ പറയുന്നു, തീ അവൻ്റെ യാഗത്തിന് പുറപ്പെട്ടപ്പോൾ അഗ്നിയും അവൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് പുറപ്പെട്ടു, തീ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. അപ്പോഴേ ഈ അഗ്നി, തീ ഒരു ആരാധനയിൽ ഈ അഗ്നി എന്ന് പറയുന്നത് ദൈവവചനത്തെ കുറിക്കുന്നതാണ്. അത് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് അത് തുടർന്നുള്ള സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന. അപ്പം അഗ്നി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ കുറിക്കുന്നതാണ്. അപ്പം ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, ദൈവാത്മാവിൻ്റെ അഗ്നി ആരാധനയിൽ ഇറങ്ങണം. നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനവുമായുള്ള ബന്ധത്തിൽ, ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ആരാധന അർത്ഥവത്തായിട്ട് തീരും. അപ്പം അഗ്നി എന്ന് പറയുമ്പോൾ അത് വചനമായിട്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. വചനം യേശുവാണ്. അപ്പം യേശുവാകുന്ന വചനം അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാനായിട്ട് മോറിയ മലയിലേക്ക്, ദൈവം കാണിച്ച മോറിയ മലയിലേക്ക് അബ്രഹാം യാത്ര ചെയ്തപ്പോൾ അബ്രഹാമിൻ്റെ കയ്യിൽ വിറകും കത്തിയും ഒപ്പം അവൻ അഗ്നിയും എടുത്തിരുന്നു, തീ എടുത്തിരുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക യാത്രയിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ സ്തോത്രത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ അഗ്നിയാകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം, അത് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നതാണ്. കർത്താവില്ലാത്ത ജീവിതത്തിന് എത്രമാത്രം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും കർത്താവില്ലാത്ത ജീവിതത്തിന് അർത്ഥമില്ല. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥവത്തായി തീരും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിന് അത് ദൈവഹിതപ്രകാരമായി തീരും. അവിടെയാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കപ്പെടുന്നത്. കാരണം ദൈവമില്ലാത്തിടത്തോളം നിങ്ങളുടെ ജീവിതം അപൂർണമാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുമ്പോൾ, യേശു നിങ്ങളിലായിത്തീരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാകുന്നത്. ഈ അബ്രഹാം അഗ്നിയുമായിട്ട് യാത്ര ചെയ്യുക, അഗ്നിയുമായിട്ട് യാത്ര ചെയ്ത് മോറിയ മല വരെ അഗ്നിയുമായിട്ട് യാത്ര ചെയ്ത് അബ്രഹാമിൻ്റെ സന്തതി 400 വർഷക്കാലം അവരറിയാത്ത ഒരു ദേശത്ത്, അവരറിയാത്തൊരു ജനത്തിൻ്റെ മുമ്പിൽ, അവരുടെ അറിയാത്തൊരു രാജാവിന് ദാസന്മാരായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി. അപ്പോൾ നമ്മളത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുന്നു. ജോസഫിൻ്റെ കൂടെ ജോസഫ്
മുൻപേ അയക്കപ്പെട്ട് ജോസഫിനാൽ പോഷിപ്പിക്കപ്പെടത്തക്കോണം ഇസ്രായേൽ മുഴുവൻ അവിടെ എത്തി. ഇസ്രായേൽ അവിടെ എത്തി. യോസഫിൻ്റെ കാലശേഷം ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ വാസമെന്ന് പറയുന്നത് അത്ര സന്തോഷകരമല്ലായിരുന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവം മോശയെ ഫറവോന്റെ ഗ്രഹത്തിൽ വളർത്തി നേതൃപാഠവുമുള്ളവനാക്കി തീർത്ത് ഈ മോശയെ ദൈവം ഒഴിവാക്കിയെടുത്തു. അങ്ങനെ ഒരു നേതൃപാഠവും ഉണ്ടാക്കിയെടുക്കപ്പെട്ടതായ മോശ അവൻ തൻ്റെ ജനത്തെക്കുറിച്ച് എരിവുള്ളവനാകൊണ്ട് അവൻ്റെ ആ ദേഷ്യം അവനിലുണ്ടായ എരിവ് ഒരു മിസ്രൈമിനെ കൊന്നുകളയത്തക്കവണ്ണവും അവന് അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകത്തക്കവണ്ണമായ ഒരു സാഹചര്യം മോശയുടെ ജീവിതത്തിലുണ്ടായി. മോശ അങ്ങനെ പോയതായ മോശ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോശയെ ദൈവം അവനെ ഹോരേബോളം നടത്തി. ഹോരേബിൽ എത്തിച്ചതായ മോശയ്ക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. അവിടെ ഹോരേബിൽ മോശയെ കൊണ്ടുചെന്നവനായ ദൈവം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നു, മോശ ഒരു ദർശനം കാണുക. അഗ്നി, മുൾപ്പടർപ്പിനെ അഗ്നി അത് കത്തുന്നു. മുൾപ്പടർപ്പിൽ അഗ്നി കത്തുന്നുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് മോശ കണ്ടു. ഇവിടെ മോശ ഈ അഗ്നി കണ്ടതും ഈ മുൾപ്പടർപ്പ് വേകാതിരിക്കുന്നത് കണ്ടിട്ട് മോശ അവിടെ നിന്നില്ല. മോശ ആ അഗ്നി അത് മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു. മുൾപ്പടർപ്പിൻ്റെ അരികെ വരെ എത്തിയതായ മോശ അവിടെ അവൻ അടുത്തപ്പോൾ ഒരു ശബ്ദം അവൻ കേട്ടു. മോശ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകാൻ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കള. അവൻ ചെരുപ്പൂരിക്കള. പക്ഷെ അവൻ അവിടെ നിന്ന് ആ മനോഹര കാഴ്ച കാണാനായിട്ട്, ഈ അത്ഭുത കാഴ്ച കാണാനായിട്ട്, ഈ അപൂർവ കാഴ്ച കാണാനായിട്ട് മോശ ഈ അഗ്നിയുടെ അടുക്കലേക്ക് വന്ന മോശ പിന്നീട് അവൻ കാണുക അല്ല ചെയ്യുന്നത്, കേൾക്കുക ചെയ്യുന്നത്. ഈ അഗ്നിയുടെ നടുവിൽ നിന്ന് ഒരുവൻ സംസാരിക്കുന്നു. പിന്നെ അവൻ കാണുന്നതിനല്ല അവിടെ പ്രാധാന്യം, അവൻ കേൾക്കുന്നതിനാണ് പ്രാധാന്യം. അവൻ കേട്ടു. അവനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ വിടുവിക്കത്തക്കോണം നീ ഫറവോൻ്റെ മുമ്പിൽ പോയി നിൽക്കണം. മോശയെ സംബന്ധിച്ച് ഇത് വലിയൊരു സാഹസമാണ്. കുറ്റക്കാരനായിട്ട് ദേശത്ത് നിന്ന് ഓടിപ്പോയതായ മോശ, കൊലപാതക കുറ്റം ചെയ്തവനായ മോശ വീണ്ടും തിരിച്ച രാജ്യത്തിൽ പോവുക എന്ന് പറയുമ്പോൾ പ്രയാസമുള്ളതാണ്. പക്ഷേ ഈ അഗ്നിയുടെ നടുവിൽ നിന്ന് ദൂതൻ്റെ ശബ്ദം, ദൈവ ശബ്ദം കേട്ടതായ മോശ അവിടം കൊണ്ട് മോശ നിൽക്കാതെ മോശ കേട്ടതിനൊത്തവണ്ണം, അഗ്നിയുടെ നടുവിൽ നിന്ന് കേട്ട വചനത്തിനൊത്തവണ്ണം പ്രതികരിക്കുന്ന മോശയായിട്ട് മോശയെ നമ്മൾ പിന്നീട് കാണുക. പിന്നീട് നമ്മൾ മോശയെ കാണുന്നത്, മോശ അഗ്നിയുടെ നടുവിൽ നിന്ന് ദൈവശബ്ദം കേട്ടവനായ മോശ ഫറവോന്റെ ഗ്രഹത്തിൽ പോയി അവിടെ ദൈവജനത്തിനു വേണ്ടി വാദിക്കുന്ന ഒരുവനായിട്ട് മോശയെ ദൈവം അവിടെ നിർത്തി. അഗ്നിയുടെ ദർശനം കണ്ട മോശ നിയമത്തെ ഭയപ്പെടാതെ, താൻ ചെയ്തു പോയ കുറ്റബോധവുമായിട്ട് അവൻ അടങ്ങി നിൽക്കാതെ ദൈവം പറഞ്ഞത് അവൻ ചെയ്തു. നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം പറഞ്ഞതിനെ ചെയ്യാൻ കഴിയാതെ നമ്മളെ തടയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ സാഹചര്യം, നമ്മുടെ കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലത്തിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ, കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ തെറ്റുകൾ, ഇതൊക്കെ പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കും. മോശയെ സംബന്ധിച്ച് മോശയ്ക്ക് ഈ ഈജിപ്തിലേക്ക് പോകാനായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. അവൻ കഴിഞ്ഞ കാലത്തിൽ ഒരു തെറ്റ് ചെയ്തവനും, തൻ്റെ കഴിഞ്ഞ കാലത്തിൽ അവനൊരു കൊലപാതകം ചെയ്തതാണ്. ഒരു മിസ്രൈമിനെ അവൻ കൊന്നുകളഞ്ഞതാണ്. മിസ്രൈമിനെ കൊന്നുകളഞ്ഞതായ മോശയ്ക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു ഭയം ഉണ്ടാകണം. പക്ഷേ മോശ അവിടെ നയിച്ചത് ഭയമല്ല, അവൻ കണ്ട ദർശനമാണ്,
അവൻ കേട്ട ദൈവത്തിൻ്റെ വചനമാണ് പിന്നെ അവനെ നയിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ, കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെയോ സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നുപെട്ടതായ പ്രതികൂലങ്ങളുടെ അകത്തുനിന്ന്, അല്ലെങ്കിൽ തെറ്റുകളുടെ അകത്തുനിന്ന്, പാപത്തിനകത്തുനിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ, വിലയ്ക്ക് വാങ്ങിക്കുവാൻ, മോചിപ്പിക്കുവാനായിട്ട് ഈ കർത്താവ് ശക്തനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ ചെയ്തു പോയ പാപത്തെയും കുറ്റത്തെയും ദൈവസ്ഥലത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു അവൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നമുക്ക് പിന്നെ നമ്മൾ കഴിഞ്ഞ കാലത്തിലെ കുറവുകളെയും കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളെയും കഴിഞ്ഞ കാലത്തിലെ ബലഹീനതയും ഓർത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഇവിടെ മോശയ്ക്ക് കഴിഞ്ഞ കാലത്തിലെ കുറവുകളെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാനൊരു കൊലപാതകം ചെയ്തവനാണ്, എനിക്കവിടെ പോകാൻ പറ്റത്തില്ല, ഞാൻ ഭയന്നോടി വന്നതാണ്, ആരും കണ്ടില്ല എന്ന് ഓർത്ത് ഞാൻ ചെയ്ത തെറ്റ് മിസ്രൈമിൽ ഒരു സംഭവമായി, ഒരു വാർത്തയായി മാറി, എല്ലാവരും അറിഞ്ഞു, ഇനി എനിക്കവിടെ പോകാൻ പറ്റത്തില്ല എന്ന് വേണേ മോശയ്ക്ക് പറയാം. മോശ അങ്ങനൊരു വാക്ക് അവിടെ മോശ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് വിടാതെ നമ്മളെ വലിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചുള്ള ബോധം, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടും വീണ്ടും ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചിലരുടെ അനുഭവങ്ങൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയതായിരിക്കാം, എന്തൊക്കെയോ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളെ ഓർത്ത് നിരാശപ്പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം അകത്ത് കാർന്ന് തിന്നുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ എന്ന് കണ്ടെത്തിയോ? നിങ്ങൾ യേശുവിങ്കിൽ നിങ്ങളുടെ ഭാരത്തെ എന്ന് ഇറക്കി വെച്ചോ? എന്ന് നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ പാപത്തെ ഏറ്റു പറഞ്ഞോ? അന്നോടുകൂടെ കർത്താവ് നിങ്ങളുടെ പാപത്തെ കാർമുകിലിനെ പോലെ അവൻ മാറ്റിക്കളഞ്ഞു. നിങ്ങളുടെ പാപത്തെ അവൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ കൊണ്ടിട്ടു. നിങ്ങളുടെ അകൃത്യത്തെ അവൻ എന്നേക്കുമായിട്ട് ക്ഷമിച്ചു. കാരണം അവൻ നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു. അവൻ നമ്മുടെ നീതിക്കായിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തിലെ നിങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപവും അശുദ്ധിയും ഒന്നും പിതാവിങ്കിലേക്ക് അടുത്തു ചെല്ലാനൊരു തടസ്സമല്ല. നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയെങ്കിൽ, യേശുവിനെ നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ കുറവുകൾ ഒന്നും ഒരു ദൈവത്തിങ്കിലേക്ക് പോകാനൊരു തടസ്സമല്ല. കാരണം അവൻ, യേശു, നിങ്ങളുടെ പാപത്തെ, നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് അവൻ ക്രൂശിൽ മരിച്ചു. തന്നെ തന്നെ പൂർണ്ണയാഗമായിട്ട്, പൂർണ്ണ അനുസരണമുള്ളവനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ യേശു ഇന്നും നിങ്ങൾക്കായിട്ട് ജീവിക്കുക. ഈ മോശ പാപം ചെയ്തവനാ, തെറ്റ് ചെയ്തവനാ. അവൻ്റെ ജീവിതത്തിൽ ആരും അറിഞ്ഞില്ല എന്നോർത്ത് തെറ്റ് ചെയ്ത നാട് മുഴുവൻ അറിഞ്ഞു. പക്ഷെ മോശ എന്ന് ദൈവിക ദർശനം കണ്ടോ, അന്ന് മോശ തീരുമാനിച്ചു, ഇനി ഞാൻ ആ പഴയ ഒരു കൊലപാതകം ചെയ്ത ഒരു മനുഷ്യനെ പോലെ, ഇല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തവനെ പോലെ ഞാനിങ്ങനെ ഭയന്ന് വിരിക്കത്തില്ല. ഞാൻ മിസ്രൈമിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിക്ക് എടുക്കുന്നൊരു ഡിസിഷൻ അല്ല അത്. എന്നോട് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ പോവുക. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ കുറവുകളെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ നിങ്ങളുടെ തെറ്റുകളെ, പാപത്തെ നിങ്ങൾ ഏറ്റു പറഞ്ഞു കർത്താവിലുള്ള സ്നേഹത്തിൽ കർത്താവിനെ വിശ്വസിച്ച് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ കുറവുകളെ ദൈവസ്ഥനെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു എങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഒരു പുതിയ വ്യക്തിത്വം തരാനായിട്ട് അവൻ മതിയായവനാണ്. ഇവിടെ മോശയ്ക്ക് ഇന്നു വരെ കുറ്റബോധം കൊണ്ട് നിറയത്തക്ക നിലയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മോശ കൊലപാതകം ചെയ്തവനാ, മാത്രമല്ല രാജകുടുംബത്തിൽ വളർന്നൊരുവനാണ്. പക്ഷെ ഇപ്പോൾ മടങ്ങിപ്പോകുന്നത്, മിസ്രൈമിലേക്ക് തിരിച്ചു പോകുന്നത് രാജപദവിക്ക് വേണ്ടിയിട്ടല്ല. അവിടുത്തെ രാജ അധികാരത്തെ എതിർത്ത് നിൽക്കുന്ന ഒരുവനായിട്ട് നിൽക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷെ മോശയെ സംബന്ധിച്ച് മോശ എതിർക്കുന്നതോ മോശ ചെയ്യാൻ പോകുന്ന ഒന്നുമല്ല. മോശയെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ഇഷ്യൂ, മോശയോട് ദൈവം പോകാൻ പറഞ്ഞു.
മോശ പോകാൻ തയ്യാറായി. കഴിഞ്ഞ കാലത്തിലെ കുറ്റബോധങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഒരു സാധാരണ വിശ്വാസിയായിരിക്കാം, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ പാപത്തെയും കുറവുകളെയും എന്നേക്കുമായിട്ട് എൻ്റെ കർത്താവ് കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ചു. നിങ്ങൾ എന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോ, അവൻ എന്നേക്കുമായിട്ട് നിങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി നിങ്ങൾക്കായിട്ട് ഇന്നും യേശു ജീവിക്കുക. അയാൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുറ്റബോധം നിങ്ങൾ ചുവന്നുകൊണ്ട് നടക്കണ്ട. അവങ്കിലേക്ക് നോക്കി, യേശുവേ, എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നീതിക്കായിട്ട് അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്ക് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് കർത്താവ് മതിയായി വരാം. ഇവിടെ മോശ അവന് ഈജിപ്തിലെത്തി, മിസ്രൈമിലെത്തിയ മോശ, അഗ്നിയുടെ ദർശനം കണ്ട മോശ, അഗ്നി ചുമന്നുകൊണ്ട് ഭവനത്തിൽ നിന്ന് യാഗം കൊടുക്കുന്ന മോറിയാമല വരെ യാത്ര ചെയ്ത അബ്രഹാമിൻ്റെ തലമുറയിൽ ജനിച്ച മോശ ഒരു അഗ്നിയുടെ ദർശനം കണ്ടു. അഗ്നിയുടെ ദർശനം കണ്ടിട്ട് താൻ ഒരിക്കലും തിരിച്ചു പോകാൻ സാധ്യതയില്ലാതിരുന്ന സ്ഥലത്തേക്ക് മോശ തിരിച്ചുപോയി. മോശ അവിടെ തിരിച്ചെത്തിയപ്പോഴും മോശയെ ദൈവം അവിടെ മിസ്രൈമിൽ ഒരു ചരിത്ര പുരുഷനായിട്ട് മോശയെ മാറ്റത്തക്കവണ്ണം മോശയെ ദൈവം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവർ, ഇത് ഈ ഒരു വിഷയം ഞാൻ 1-2 ആഴ്ചകൾ നിങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മോശ, അഗ്നിയുടെ ദർശനം കണ്ട മോശ, പ്രിയപ്പെട്ടവരെ, മോശ കഴിഞ്ഞ കുറ്റബോധങ്ങളെ അകത്ത് വെച്ചുകൊണ്ട് മോശ ഇരുന്നില്ല. മോശ ദൈവത്തിൻ്റെ ശബ്ദത്തിനൊത്ത് നീങ്ങി. എന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കുറ്റബോധം നിങ്ങളെ കാർന്ന് തിന്നുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അവിശ്വസ്തത, മുൻകോപം, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അറിവില്ലായ്മ, എന്തൊക്കെയോ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ആ സ്നേഹം, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റത്തക്കവണ്ണം എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയതോടുകൂടെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ അകൃത്യങ്ങളെ അവൻ ക്ഷമിച്ചു, അവൻ കഴുകി, അവനത് ഓർക്കത്തില്ല. നിങ്ങളിനി കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങളിലൂടെ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്, നിങ്ങളിലൂടെ കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. ഞാൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ കാലത്തിലെ കുറ്റബോധം, കഴിഞ്ഞ കാലത്തിലെ തകർച്ചകൾ, പരാജയങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങളിലൂടെ കർത്താവിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദിവസത്തിൽ കഴിഞ്ഞ കാല പരാജയങ്ങളെ എണ്ണിയിരിക്കാതെ പുതിയ ഒന്നിലേക്ക് നിങ്ങൾ നടക്കാൻ തയ്യാറാണോ? നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണെന്നറിയാമോ? ഫറവോന്റെ ഗ്രഹത്തിന് അവനെ മാന്യനാക്കി തീർത്തു. വചനം ഇങ്ങനെയാ പറഞ്ഞത്, അവിടുന്ന് അവൻ്റെ പ്രഭുക്കന്മാർ, ഫറവോന്റെ ഗ്രഹത്തിലെ പ്രഭുക്കന്മാർക്കും അവൻ്റെ പ്രജകൾക്കും മോശ ഒരു മാന്യനും, മോശ ഒരു വിലയേറിയവനായിട്ട് മാറി. മോശയുടെ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വളരെ അത്ഭുതമടയാളങ്ങൾ നടത്തി 40 വർഷക്കാല മരുഭൂമിയിൽ മോശയുടെ ഇസ്രായേൽ ജനത്തെ നടത്തത്തക്കവണ്ണം ആ മോശയെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിലൂടെയും ദൈവത്തിന് ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്തെടുക്കാനുണ്ട്. ഈ ദിവസം ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മടുത്ത് നിൽക്കുന്നിടത്തും, നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നിടത്തും, നിങ്ങൾ തീർന്നുപോയി എന്ന് കരുതുന്നിടത്ത് നിങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം തരാൻ കർത്താവ് ശക്തനാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ജീവിതത്തിൽ പരാജയബോധം, കുറ്റബോധം കൊണ്ട് ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പരാജയബോധം മാറിപ്പോകട്ടെ, അവരുടെ കുറ്റബോധങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവ്, ഇന്നു മുതൽ കർത്താവ് ഒരു പുതുക്കം അവരുടെ ജീവിതത്തിൽ കൊടുത്തവരെ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ പരാജയത്തെ മറക്കുന്ന, കഴിഞ്ഞ നഷ്ടങ്ങളെ മറക്കുന്ന ഒരു ഭാവി സ്വർഗത്തിൽ ദൈവം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയത് ചെയ്യാൻ ശക്തൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വചനത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ മാറ്റി മറക്കത്തക്കവണ്ണം ഒരു ഭാവി തരാനായിട്ട് ദൈവം ഒരുക്കമുള്ളവനാണ്.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഈ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിലും അതുപോലെ ഇമെയിൽ ഐ ഡിയിലും നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന പങ്കാളികൾ വളരെ ആഗ്രഹത്തോടിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു വലിയ സാക്ഷ്യമായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.